കെപിസിസി പുനഃസംഘടന വൈകുന്നതിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ച് ഒരു വിഭാഗം നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ പുനഃസംഘടന വേണം. എഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് പിസിസി അധ്യക്ഷൻ വഴങ്ങുന്നുവെന്നും ഹൈക്കമാൻഡിന് പരാതി. പ്രചാരണ സമിതിയിൽ ഉൾപ്പെടുത്തിയാൽ സമിതിയിൽ നിന്ന് രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ്. മുൻ ഡിസിസി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരാണ് അതൃപ്തി അറിയിച്ചത്. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വേഗം പുനഃസംഘടന എന്നതാണ് ഉന്നയിക്കുന്ന ആവശ്യം. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്തൊക്കെ? ജനുക, ഇതുവരെയും പുനഃസംഘടന പൂർണ്ണമായും വേണമോ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കെപിസിസി നേതൃത്വത്തിനോ കേരളത്തിലുള്ള നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ സമ്മർദ്ദം ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുണ്ട്. എഐ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പൂർണ്ണ പുനഃസംഘടന തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ട എന്നൊരു ധാരണയിലെത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻ ഡിസിസി അധ്യക്ഷന്മാർ ഹൈക്കമാൻഡിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഇവർ വ്യക്തമാക്കുന്ന കാര്യം അടിയന്തരമായി പുനഃസംഘടന നടത്തണം, മുൻ ഡിസിസി അധ്യക്ഷന്മാർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകണം, അങ്ങനെ നൽകാമെന്ന വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി രൂപീകരിക്കുന്ന പ്രചരണ സമിതി പോലുള്ള സമിതികളിൽ താൽക്കാലിക ഭാരവാഹിത്വം നൽകിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഭാരവാഹിത്വം നൽകിയാൽ തന്നെ അതിൽ നിന്നും രാജിവെക്കുമെന്ന മുന്നറിയിപ്പാണ് ഇവർ ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുനഃസംഘടന നടത്തണമെന്ന ആവശ്യം സജീവമാവുകയാണ്. ഇപ്പോൾ വളരെ നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ അതേസമയം തന്നെ നടക്കുന്നുമുണ്ട്. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ അഹമ്മദ് പട്ടേലുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിലെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനോ നിലവിലുള്ള ഈ പുനഃസംഘടന ആവശ്യത്തിൽ ഒരു അന്തിമമായ നിലപാടിലേക്ക് എത്താനോ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. രേണുക, എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.